ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഈ പ്ലേറ്റിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ചിലപ്പോൾ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഉണ്ടാക്കാനാണെന്ന്. അല്ല, ഞാനിതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും തയ്യാറാക്കാനില്ല. കാരണം ഇത് തയ്യാറായിട്ട് തന്നെ ഇരിക്കുന്നത്. തണ്ണിമത്തൻ നമ്മൾ കഴിക്കുമ്പോൾ അത് തണ്ണിമത്തനായിട്ട് തന്നെ കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ തണ്ണിമത്തൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ. നമ്മളത് ജ്യൂസ് അടിക്കുന്ന സമയത്ത് അതിൽ എക്സ്ട്രാ കുറച്ച് വെള്ളം ചേർക്കും, പിന്നെ പഞ്ചസാരയും ചേർക്കും. അത് ഈ തണ്ണിമത്തൻ്റെ തനതായ ഗുണത്തെ നഷ്ടപ്പെടുത്തും. നമുക്ക് ആരോഗ്യമല്ലേ വലുത്, അതോ വായുടെ രുചിയാണോ? രുചിയാണ് വലുതെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് ചേർത്തിക്കാം. അല്ലല്ല, ആരോഗ്യമാണ് പ്രധാനമെങ്കിൽ നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കണം. കുട്ടികൾക്കും ഒക്കെ ഇങ്ങനെ തന്നെ കൊടുത്ത് ഈ വിത്ത് കളഞ്ഞ് ഇങ്ങനെ പീസായി കൊടുത്ത് കഴിക്കാൻ ശീലിപ്പിക്കണം. അതിന് അതിൻ്റേതായ ഒരു മധുരമുണ്ട്. ഈ ഒരു ഫ്രൂട്ടിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഓറഞ്ച് ആണെങ്കിലും ഓറഞ്ചായിട്ടും മുന്തിരിങ്ങയായിട്ടും പൈനാപ്പിളായിട്ടും തന്നെ കഴിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പോഷക ഗുണം കിട്ടുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോൾ നിങ്ങൾ ജ്യൂസ് അടിക്കുക ഒന്നും ചെയ്യണ്ട, ഇതിങ്ങനെ തന്നെ കഴിക്കുക. പിന്നെ മത്തൻ്റെ തോട് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാച്ചാൽ ഞാൻ നേരത്തെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തോട് കൊണ്ട് പച്ചടി ഉണ്ടാക്കുന്നതായിട്ട്. അത് ചെയ്യാനാരും മറക്കരുത്. ഏതായാലും വേനൽക്കാലത്ത് എല്ലാവരുടെ വീട്ടിലും തണ്ണിമത്തൻ ഉണ്ടാവും. അപ്പോൾ ഈ തണ്ണിമത്തൻ നമുക്ക് ഇങ്ങനെ തന്നെ കഴിച്ച് നമ്മുടെ ആരോഗ്യം പരിരക്ഷിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.